നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. രാവിലെ എഴുന്നേറ്റ് ഒരു കപ്പ് ചായ കുടിക്കുന്നത് നമ്മളൊന്ന് റിഫ്രഷ് ആകാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചായയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെറും ചായയല്ല, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ചായയാണ്. നല്ല രീതിയിലുള്ള ദഹനത്തിനും അതുപോലെ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ മാറാനും ഒക്കെ ഈ ചായ സഹായിക്കും. ഇരട്ടി മധുരം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രകൃതിദത്തമായ ഈ ചായ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചായ തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ കാണാം. പ്രകൃതിദത്തമായി ഈ ചായ തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് ഓരോന്നായിട്ട് പരിചയപ്പെടാം. പ്രധാനമായിട്ട് വേണ്ടത് ഇരട്ടിമധുരമാണ്. അതിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇരട്ടിമധുരം ദഹന പ്രക്രിയ ശരിയായി നടക്കാൻ സഹായിക്കും. അസിഡിറ്റിക്കും പരിഹാരമാണ്, ഡയബറ്റീസിനും പരിഹാരമാണ്, അതുപോലെ വെയിറ്റ് ലോസിനും ഇത് സഹായിക്കും. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ DNA ഡാമേജ് കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും. BP, ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗങ്ങൾ എന്നിവ മാറാനും സഹായിക്കും. ഇനി വേണ്ടത് തേനാണ്. തേനിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. മാത്രമല്ല ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗലുമായ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രക്രിയയെ നേരെയാക്കാൻ തേൻ സഹായിക്കും. തൊണ്ട ക്ലിയർ ആക്കാനും ഇത് നല്ലതാണ്. അവസാനമായിട്ട് വേണ്ടത് 1.5 ഗ്ലാസ് വെള്ളമാണ്. 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഈ വെള്ളം കുറച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഇരട്ടിമധുരത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇരട്ടിമധുരത്തിൻ്റെ വേര് നമുക്ക് അല്ലാതെ സ്റ്റിക്കായിട്ടും കിട്ടും. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഇഞ്ചി 3 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചു നേരം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാനായിട്ട് വിടാം. ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇരട്ടിമധുരത്തിൻ്റെ പൊടിയല്ല സ്റ്റിക്കാനിട്ടതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ അരിച്ചെടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഗ്ലാസ്സിലിട്ട് ഇത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഗ്ലാസ്സിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു സാധാരണ ചായ പോലെ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ സാധാരണയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ബ്ലാക്ക് ടീയുടെ ലുക്കാണ് ഇതിനുള്ളത്. ഇനി ഇത് ചെറു ചൂടായിരിക്കുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം 1 സ്പൂൺ അളവിൽ തേൻ കൂടി ചേർത്ത് കൊടുക്കാം. തേൻ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് കുടിക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇരട്ടി മധുരം ചായ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ. ആസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ ദഹന പ്രക്രിയയെ സുഗമമാക്കാനും ഒക്കെ ഈ ഒരു ചായ സഹായിക്കും. മാത്രമല്ല തൊണ്ട ഒന്ന് ക്ലിയർ ആകാനും ഇത് സഹായിക്കും. രാവിലെ എഴുന്നേറ്റ് ഇതുപോലൊരു ഗ്ലാസ് ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റെന്ത് കഴിക്കുന്നതിന് മുൻപ് ഈ ചായ കുടിക്കുന്നത് വെയിറ്റ് ലോസിനും സഹായിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളും വീട്ടിൽ ഈ ചായ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.